അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 3 റെഡ് ക്ലോ ക്രേഫിഷുകളെ നമ്മൾ ഈ 2 ടാങ്കുകളിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. 2 ക്രേറ്റുകളാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഈ കാണുന്ന 2 ബ്ലൂ ക്രേറ്റുകളാണ്. ഇതിൽ നമ്മൾ വെള്ളം നിറച്ച് കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. 2 ദിവസമായി നമ്മളങ്ങനെ ഇട്ടിട്ട് നമ്മൾ എയറേഷനൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ നിന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കണ്ടീഷൻ ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് വെള്ളാരെങ്കിലും അതുപോലെ തന്നെ കുറച്ച് PVC പൈപ്പുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവരുടെ ഒറിജിനൽ ക്രേറ്റ് ഈ കാണുന്ന ട്രേകളിലാണ് അവർ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഈ കാണുന്ന 3 ട്രേകളിലാണ്. ആദ്യത്തെ ട്രേയിൽ വേറെ മീനുകളാണ്. അപ്പോൾ അവസാനം കാണുന്ന 3 ട്രേകളിലാണ് നമ്മുടെ 3 റെഡ് ക്ലോ ക്രേഫിഷുകൾ കിടക്കുന്നത്. അപ്പോൾ അവരെയാണ് നമ്മൾ ആ നേരത്തെ കാണിച്ച ബ്ലൂ ക്രേറ്റുകളിലേക്ക് മാറ്റാനായിട്ട് പോണത്. ഈ കാണുന്ന ആദ്യത്തെ ട്രേയിൽ കിടക്കുന്നത് കൂലി ലോച്ചുകളാണ്. ചെറിയ പാമ്പിൻ്റെ ഷേപ്പിൽ വരുന്ന ചെറിയ മീനുകളാണ്. അപ്പോൾ നമ്മളെന്തായാലും അതിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം ആ മീനുകളെ. അതിന് ശേഷമാണ് നമ്മൾ ഈ 3 ക്രേറ്റുകളിലും വെള്ളം കളഞ്ഞ് ചെടികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്രേഫിഷുകളെ നമ്മൾ മറ്റേ ക്രേറ്റുകളിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം നമ്മുടെ ക്രേഫിഷുകളുടെ സൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ക്രേറ്റുകൾ രണ്ടും തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ സെറ്റപ്പ് മാത്രം കാണിച്ചുകൊണ്ടൊരു ചെറിയ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് കുറച്ച് കല്ലുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് PVC പൈപ്പുകൾ, അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് റാൻഡം ആയിട്ടുള്ള പീസുകളാണ്. അത് കറക്റ്റ് സൈസിനൊന്നും അല്ല ഈ കിടക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടതാണ്. പിന്നെ മറ്റേ ക്രേറ്റിൽ നമ്മൾ അതുപോലെ ഇട്ടിട്ടുണ്ട് 1-2 പീസുകൾ. പക്ഷേ ഇങ്ങനത്തെ പീസുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ട്രേയിൽ കിടക്കുന്നുണ്ട്. ഓൾറെഡി ഓരോ ട്രേയിലുമായിട്ട് 6 പീസുകൾ വീതം കിടക്കുന്നുണ്ട്. അത്തരം പീസുകളാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളതാണ്. ജസ്റ്റ് സ്പേസ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പേസ് വല്ലാതെ എംറ്റി ആയി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇറക്കി വിടുമ്പോൾ അവർക്ക് സ്ട്രെസ്സൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കല്ലുകളൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇട്ടിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ PVC പൈപ്പുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമ്മൾ ഈ വെള്ളാരം കല്ലുകളും അതുപോലെ തന്നെ ചില പീസുകൾ, അതായത് ചില PVC പൈപ്പുകൾക്കൊന്നും കറക്റ്റ് സൈസ് അല്ല, അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റും. ഈ കാണുന്ന ആദ്യത്തെ ട്രേയിലാണ് ഇപ്പോൾ കൂലി ലോച്ച് മത്സ്യങ്ങൾ കിടക്കുന്നത്. മുമ്പ് ഇതിനകത്ത് ഒരു ക്രേഫിഷ് ഉണ്ടായിരുന്നു, ഒരു ഫീമെയിൽ ആയിരുന്നു. അത് നമ്മളറിയാതെ അത് മുട്ടയിട്ടിട്ട് അത് സ്ട്രെസ് വന്ന് ചത്തുപോവാണ് ഉണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള PVC പൈപ്പുകളാണ് ഈ കാണുന്നത്. ഇത്തരത്തിൽ ഓരോ ട്രേകളിലും 6 PVC പൈപ്പുകൾ വീതമുണ്ട്. അതെല്ലാം നമ്മൾ നേരത്തെ കാണിച്ച 2 ക്രേറ്റുകളിലേക്ക് നമ്മൾ മാറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിലെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു കൂലി ലോച്ച് മത്സ്യങ്ങളെ ഞാൻ കാണിച്ചു തരാം. 6 വീതം കിടക്കുന്നുണ്ട് ഇതിനകത്ത്. ഈ കാണുന്നതാണ് ചെറിയ സൈസിലുള്ള കൂലി ലോച്ച് മത്സ്യങ്ങൾ. ഇത് വെള്ളത്തിനടിയിൽ ഇങ്ങനെ അടിയിൽ കിടക്കുന്ന മീനുകളാണ്. ഒരു പാമ്പിൻ്റെ ഷേപ്പാണ് വരുന്നത്. ഒരു പുലിയുടെയൊക്കെ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഡിസൈനാണ്. ഇത് അക്വേറിയത്തിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന മീനാണ്. സ്കാവഞ്ചർ ടൈപ്പ് മീനാണ്. ഈ സക്കർ കാറ്റ് ഫിഷിൻ്റെ ഒക്കെ പോലെ ഇങ്ങനെ പൂപ്പലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു മീനാണ്. അത് നല്ല രീതിയിൽ അക്വേറിയം അല്ലെങ്കിൽ ഫിഷ് ടാങ്കുകളൊക്കെ ക്ലീൻ ആക്കി നടക്കുന്ന ഒരു മീനാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പുതിയ PVC, അതായത് നമ്മുടെ കയ്യിലിരുന്നായിരുന്ന കുറച്ച് പഴയ PVC ആണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ളത്. അതിനകത്ത് ഉണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് ചെടികൾ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട് ഷെയ്ഡിനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ പണി തുടങ്ങാനായിട്ട് പോവുകയാണ്. നമ്മൾ 3 ട്രേകളിലെയും ചെടികളെല്ലാം നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ PVC പൈപ്പുകൾ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ക്രേഫിഷുകളെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൽ, അതായത് ക്രേഫിഷുകളുടെ ആദ്യത്തെ ട്രെയിൽ കിടക്കുന്ന മെയിലാണിത്. ഇതിനെ എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് ഞാൻ മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ക്ലോസ് നമ്മൾ നോക്കിയാൽ മതി. ഈ രണ്ടാമത്തെ ട്രെയിൽ കിടക്കുന്നതും മെയിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ സൈസ് റെഡ് ക്ലോ ക്രേഫിഷ്. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്. ഈ ക്യാമറയിൽ കൂടെ കാണിക്കുമ്പോൾ നമുക്കത്ര സൈസ് അത്ര വലിപ്പം നമുക്ക് തോന്നിക്കില്ല. ചെറിയ സൈസ് പോലെ നമുക്ക് തോന്നിക്കും. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇതിൻ്റെ കൈ കണ്ടില്ലേ, അതായത് അവർ കടിക്കുന്ന ക്ലോസ് ഉണ്ടല്ലോ, ആ ക്ലോസിൻ്റെ സൈസ് കണ്ടോ, ഇതും കണ്ടില്ലേ, ഇത് രണ്ടും മെയിലാണ്. ആ ക്ലോസിന് നല്ല സൈസായിരിക്കും, അതായത് നല്ല വണ്ണത്തിലായിരിക്കും അതിരിക്കുന്നത്. ഫീമെയിൽ ആണെങ്കിൽ അത് ഭയങ്കര സ്ലിം ആയിരിക്കും. അതുപോലെ തന്നെ ആ ക്ലോസിൽ നിങ്ങൾക്ക് റെഡ് കളർ കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കടിക്കുന്ന ആ സിസർ പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു റെഡ് കളർ ഉണ്ട്. നല്ല ബ്രൈറ്റ് റെഡ് കളർ കാണാം, അല്ലെങ്കിൽ ബ്രൈറ്റ് ഓറഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഫീമെയിൽ. ഫീമെയിലിൻ്റെ ബോഡി വലുതാണ്, പക്ഷേ ക്ലോസ് ചെറുതാണ്. കണ്ടില്ലേ, വളരെ തിന്നാണ്. മെയിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പകുതി പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ക്ലോസിൻ്റെ സൈസ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈസ് ആവണം. തീരെ ചെറിയ സൈസിലൊന്നും മെയിലിനെ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഞാൻ വാങ്ങിയത് ഒരു ചെറിയ സൈസായിരുന്നു. അതായത് ഇപ്പോൾ ഒരു പീസിന് 150 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിനൊരു സൈസ് ഉണ്ട്. ആ ഒരു സൈസിലൊന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കുറച്ച് വലുതായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ ബോഡിയും അതുപോലെ ക്ലോസൊക്കെ നോക്കിയിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ക്രേറ്റിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ട്രേകളിൽ നിന്ന് എടുത്ത PVC ആണ്. 2 ട്രേകളിൽ നിന്നായിട്ട് നമുക്ക് 12 പീസുകൾ കിട്ടി. അതിങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അടിയിൽ ഒരു 6 പീസ്, അതിൻ്റെ മുകളിൽ സ്റ്റാക്ക് ചെയ്ത് നമ്മൾ വേറൊരു 6 പീസും കൂടിയും വെച്ചു.
ഇങ്ങനെ നമ്മൾ വെച്ചാൽ മതി ഒരൊറ്റ സൈഡിൽ. ബാക്കിയുള്ള എൻ്റെയർ ഭാഗം, അതായത് ബാക്കി ഭാഗം എല്ലാം ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഇടുന്നതാണ് നല്ലത്. ഇപ്പോൾ അതിനകത്ത് വെള്ളാരങ്കലൊക്കെ എടുക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റും. ഈ കാണുന്ന വലിയ PVC ഒക്കെ നമ്മൾ എടുത്ത് മാറ്റും. എന്നിട്ട് ഈ ഭാഗത്ത് നമ്മൾ ചെടികൾ മുകളിൽ ഫ്ലോട്ട് ചെയ്യിച്ചിടാനാണ് പോകുന്നത്. സാൽവീനിയ എന്ന് പറഞ്ഞ ചെടി നേരത്തെ നമ്മൾ ട്രേകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ചെടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യിച്ചിടാനാണ് പോകുന്നത്. ഇതാണ് രണ്ടാമത്തെ ക്രേറ്റ്. അതിലും നമ്മൾ 12 പീസ്, 2 ട്രെയിൽ നിന്ന് എടുത്ത 12 പീസ് ഇതേപോലെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിയിൽ 6 എണ്ണം, മുകളിൽ 6 എണ്ണം. ഇതുപോലെ ഒരു ക്രേറ്റിനകത്ത് ഇത്രയും പീസുകൾ നമ്മൾ വെച്ചാൽ മതി. ഇത് ആവശ്യത്തിന് പീസുകളുണ്ട്, അവർക്ക് അത്യാവശ്യം ഹൈഡ് ചെയ്തിരിക്കാം. സിംഗിൾ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും. ഒന്നിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ സൈസ് അനുസരിച്ച് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ വെള്ളാരെങ്കിലും ഈ ഇരിക്കുന്ന PVC-കൾ കണ്ടില്ലേ, ഈ ജോയിൻറ്റ് പോലത്തെ PVC ഒക്കെ, അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റും. അപ്പോൾ അത്രയും ആ ഒരു ഏരിയ പ്ലെയിൻ ആയിട്ട് ഇടുന്നതാണ് നല്ലത്. കാരണം ഇവർക്ക് ഇറങ്ങി നടക്കാനും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുള്ള സ്പേസ് വേണം. അപ്പോൾ ആ ഏരിയ അവർക്ക് സ്പേസ് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അവിടെ തന്നെ നമുക്ക് ഫീഡിങ്ങും കാര്യങ്ങളും ചെയ്യാം. പെല്ലറ്റ് ഫുഡ് പോലുള്ള ഫുഡുകൾ, അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ്, ചെമ്മീനോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്ലെയിൻ സ്പേസിൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ 3 ട്രേകളും എടുത്ത് വെള്ളം കുറേ നമ്മൾ കളഞ്ഞു, കുറച്ച് വെള്ളം മാത്രമാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. ഇത് ഫീമെയിൽ ആട്ടോ. ഫീമെയിലിൻ്റെ ക്ലോസ് കണ്ടില്ലേ, തീരെ ചെറിയ ക്ലോസ് ആണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫീമെയിലിനെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ റെഡ് കളർ ഉണ്ടായിരിക്കില്ല, അതിനെ കടിക്കുന്ന ആ സാധനത്തിനാണ് ക്ലോസ് എന്ന് പറയുന്നത്. അതിൽ റെഡ് കളർ ഇല്ല. ഇത് കണ്ടില്ലേ, നല്ല വലിയ ക്ലോസ് ആണ്, നല്ല ഉരുണ്ടിരിക്കുന്ന തടിച്ച് വീർത്ത ക്ലോസ് ആണ്. അതുപോലെ ആ ക്ലോസിൻ്റെ കടിക്കുന്ന ഭാഗത്ത് ഒരു റെഡ് കളർ കാണാം, ഒരു ഓറഞ്ച്. ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് ഒരു ഓറഞ്ച് കളർ കാണാം, കണ്ടില്ലേ? അവിടെ ആ കടിക്കുന്ന ഭാഗത്ത് ഒരു ഓറഞ്ച് കളർ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റെഡ് ക്ലോ ക്രേഫിഷ് എന്ന് പറയുന്നത്. ആ ക്ലോയിൽ റെഡ് കളർ ഉള്ളത് കൊണ്ടാണ് റെഡ് ക്ലോ ക്രേഫിഷ് എന്ന് വിളിക്കുന്നത്. അത് മെയിലിനാണ് ഈ ഒരു റെഡ് ക്ലോസ് മെയിനായിട്ട് ഉള്ളത്, ഫീമെയിലിന് അങ്ങനെ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 റെഡ് ക്ലോ ക്രേഫിഷുകളാണ് ഉള്ളത്, 2 മെയിലും 1 ഫീമെയിലും. ഒരു വലിയ ഫീമെയിൽ ഉണ്ടായിരുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, കുറച്ച് നാൾ മുമ്പ് മുട്ടയിട്ടിട്ട് ചത്തുപോയത്, സ്ട്രെസ് വന്ന് ചത്തുപോയതാണ്. ഇപ്പോൾ നമ്മൾ 2 ക്രേറ്റുകളിലായിട്ട് ഇടാൻ പോകുന്നത് ഒരു ഫീമെയിലും ഒരു മെയിലിനെയും കൂടി നമ്മൾ ഒരു ക്രേറ്റിലും, പിന്നെ ആ വലിയ മെയിലിനെ നമ്മൾ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് മറ്റേ രണ്ടാമത്തെ ക്രേറ്റിലുമാണ് ഇടാനായിട്ട് നമ്മളിപ്പോൾ പോണത്. നമ്മൾ ആദ്യമായിട്ടാണ് ക്രേഫിഷുകളെ മേടിച്ച് വളർത്തുന്നത്. നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയത് റെഡ് ക്ലോ ക്രേഫിഷുകളല്ല, നമ്മൾ ഓറഞ്ച് കളറിലുള്ള സാധാരണ അലങ്കാര ക്രേഫിഷുകളെ 2 എണ്ണത്തിനെ വാങ്ങി വളർത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു മഴക്കാലത്ത് നമ്മൾ പെട്ടെന്ന് വാട്ടർ ചേഞ്ച് ചെയ്തപ്പോൾ അത് കിണറ്റിലെ വെള്ളമൊക്കെ കലങ്ങി കിടക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് വാട്ടർ ചേഞ്ച് ചെയ്തപ്പോൾ ആ 2 ക്രേഫിഷുകളും ചത്തുപോയി. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ 2 ക്രേഫിഷുകൾ, അലങ്കാര ക്രേഫിഷുകളായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ വേറെ ക്രേഫിഷുകളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ വാങ്ങുന്നത് ഇവരെയാണ്, റെഡ് ക്ലോ ക്രേഫിഷുകളെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ക്രേഫിഷിൻ്റെ മൊത്തം കാര്യങ്ങൾ. അത് വളർത്തിയതാണെങ്കിൽ നമുക്കുണ്ടായ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ടോട്ടൽ നമ്മൾ 6 എണ്ണത്തിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 എണ്ണം ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻഡോർ വെച്ച സമയത്ത് മഴക്കാലമായിരുന്നു, നമ്മളത് അടച്ചു വെച്ചു. അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനകത്തേക്ക് എയർ സർക്കുലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതാവുമ്പോൾ വെള്ളം ഇൻഫെക്റ്റഡ് ആയിട്ട് അതിന് അസുഖം വരികയാണ് ചെയ്തത്. അങ്ങനെ 2 ക്രേഫിഷുകൾ ആ ഒരു സമയത്ത് തന്നെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ 4 എണ്ണമായിരുന്നു. ആ 4 എണ്ണത്തിൽ 3 എണ്ണമാണ് ഇത്. ഒരെണ്ണം ഞാൻ പറഞ്ഞു നേരത്തെ ബ്രീഡ് ആയിട്ട് സ്ട്രെസ് വന്ന് ചത്തുപോയി എന്നുള്ളത്. അപ്പോൾ വലുതായതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു ഫീമെയിൽ ചത്തുപോയത്. അത് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. ബാക്കിയുള്ളതാണ് നമ്മുടെ കയ്യിൽ ഈ 3 എണ്ണം. അപ്പോൾ ഇതിനെ മാക്സിമം കെയർ കൊടുത്ത് വളർത്താൻ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതൊക്കെ ബ്രീഡിങ് സൈസാണ്, ഇതിനെ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാനായിട്ടൊക്കെ പറ്റും ഈ ഒരു സൈസിൽ. പിന്നെ റെഡ് ക്ലോ ക്രേഫിഷുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോകളിലായിട്ട്. അപ്പോൾ ആ വീഡിയോയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക്, അതായത് ഒറ്റ പ്ലേലിസ്റ്റിലായിട്ട് നമ്മൾ എല്ലാ ക്രേഫിഷ് വീഡിയോസും ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ് ക്ലോ ക്രേഫിഷ് എന്നാണ് പ്ലേലിസ്റ്റിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ക്ലോ ക്രേഫിഷുകളെ കുറിച്ചുള്ള എല്ലാ വീഡിയോകളും ഒറ്റ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. അല്ലാതെ നമ്മുടെ ചാനലിൽ പോയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, സെർച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും റെഡ് ക്ലോ ക്രേഫിഷുകളെ കുറിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധജല ക്രേഫിഷുകളിൽ ഏറ്റവും വലിയ ക്രേഫിഷാണ് ഈ റെഡ് ക്ലോ ക്രേഫിഷ്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഹാബിറ്റേറ്റുകളാണെങ്കിൽ 1 അടി വരെയൊക്കെ ഇത് വലുതാവും. ഇതിൻ്റെ നീളം വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 മുതൽ 600 ഗ്രാം വരെയൊക്കെ വെക്കും. പക്ഷേ നമ്മളിതുപോലെ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ നേർപകുതിയൊക്കെയാണ് വെക്കാറുള്ളത്. എങ്കിലും അത്യാവശ്യം നല്ല സൈസ് വരുന്ന ക്രേഫിഷാണ് ഈ ഒരു റെഡ് ക്ലോ ക്രേഫിഷ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലാണ് ഇതിൻ്റെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ റെഡ് ക്ലോ ക്രേഫിഷ് എന്നും പറയാറുണ്ട്. ഇത് അലങ്കാരത്തിന് വേണ്ടി മാത്രമല്ല, ഭക്ഷണത്തിന് വേണ്ടിയും ഇതിനെ വളർത്താറുണ്ട്. കാരണം ഇതിൻ്റെ വലിയ സൈസ്, അതിൻ്റെ ആ ഒരു സൈസ് കാരണം തന്നെ ഞാനിതിനെ വാങ്ങി വളർത്താൻ തന്നെ കാരണം അതിൻ്റെ ആ സൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പെട്ടെന്ന് ചത്തുപോകുന്നൊരു മീനല്ല. അത്യാവശ്യം നമ്മൾ നോർമലായിട്ടുള്ള കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ വളരെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ചെടികളൊക്കെ നന്നായിട്ട് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വെജ് ആയിട്ടുള്ള ഫുഡുകൾ, പിന്നെ പെല്ലറ്റ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. നോൺ വെജ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മണ്ണിരകൾ, അതുപോലെ തന്നെ ചെമ്മീൻ, ചിക്കനുമാണ്.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെയിലിനെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സൈസ് മെയിൽ. അതിനെ ഒറ്റയ്ക്ക് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ക്രേറ്റിലേക്കാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. പുള്ളിക്കാരൻ ദേ ഒരു PVC ക്കകത്ത് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ PVC സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെടികൾ ഇടാനുണ്ട്, ഞാൻ അവസാനം കാണിക്കാം. നമ്മൾ ഇട്ടതിന് ശേഷം ചെടികളിട്ട് കവർ ചെയ്യാം. ഇനി നമ്മുടെ കയ്യിൽ 2 എണ്ണമാണ് ഉള്ളത്. ഇത് ഏകദേശം ഒരു മീഡിയം സൈസാണ്, മറ്റേതിനേക്കാളും കുറച്ച് ചെറുതാണ്. ഇത് മെയിലും ഇത് ഫീമെയിലുമാണ്. ഫീമെയിലിന് കുറച്ച് സൈസ് കൂടുതലാണ് ഈ മെയിലിനേക്കാളും. ഈ കാണുന്നത് മെയിലാണ്, ഇതിനേക്കാൾ കുറച്ച് സൈസ് കൂടുതലാണ് ഫീമെയിൽ. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ധൈര്യമുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെയും നമ്മൾ ഒരുമിച്ച് ഇടാനാണ് പോകുന്നത്. ഒരുമിച്ച് ഇടുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് മെയിൽ വലുതാണെന്നുണ്ടെങ്കിൽ മെയിലിൻ്റെ ക്ലോസ് ഒക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ ഫീമെയിലിനെ നമ്മൾ ആ ഒരേ ടാങ്കിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ഈ മെയിൽ ഫീമെയിലിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ മെയിൽ ചിലപ്പോൾ ഈ വലിയ ക്ലോസ് കൊണ്ടൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൈയൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഫീമെയിൽ ഇതിനേക്കാൾ ഈ മെയിലിനേക്കാളും കുറച്ച് വലുപ്പം കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പോൾ എന്തായാലും മെയിലിനെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് ആദ്യത്തെ ക്രേറ്റിലേക്ക്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രേ എടുത്തിട്ട് വരാം. ഇതിനകത്താണ് നമ്മുടെ ഫീമെയിൽ എടുക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഫീമെയിൽ. ഒന്നുകൂടിയും ക്ലോസപ്പ് ആയിട്ട് ഞാൻ കാണിക്കാം. കണ്ടില്ലേ, നല്ല ഡാർക്ക് പച്ച കളറാട്ടോ. എല്ലാവരുടെ മേത്തും ഒരു ഡാർക്ക് പച്ചയാണ്. ചില സമയത്ത് അത് നീലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പച്ചയും നീലയാണ്, ശരിക്കും ഗ്രീനാണ്, ഒരു ഡാർക്ക് ഗ്രീനാണ്. പക്ഷേ ഒരു ബ്ലൂ കളറും ഉണ്ട് അതിൻ്റെ കൂടെ. അത് കാരണം നമുക്കൊരു എന്താ പറയുക, ബ്ലൂയിഷ് ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കണ്ടില്ലേ, ചില സ്ഥലങ്ങളിൽ ഒരു ബ്ലൂ ആണ്, എന്നാൽ ചില സ്ഥലങ്ങളിൽ ഗ്രീൻ ആയിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയാണ്, എനിക്ക് നല്ല ഭംഗിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് സൈസ് വെക്കുന്ന ഒരു വെറൈറ്റിയും കൂടി ആയതുകൊണ്ട് അടിപൊളിയാണ്. ഈ റെഡ് ക്ലോക്ക് ക്രൈഫിഷുകളെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയത് കൊണ്ട് തന്നെ ഇതെല്ലാം ഒരു പരീക്ഷണമാണ്. കാരണം നമുക്ക് അറിയില്ല ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഈ ഒരു സൈസ് വരെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് വളർത്തി വലുതാക്കിയിട്ടുണ്ട്. 3 എണ്ണം ഈ ഒരു ജേണിയിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ 6 എണ്ണം നമ്മൾ ടോട്ടൽ വാങ്ങി. 3 എണ്ണം ചത്തുപോയി, 3 എണ്ണമാണ് ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത്. കണ്ടില്ലേ, മെയിലും ഫീമെയിലും കൂടി മുട്ടി നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ മെയിൽ ഫീമെയിലിൻ്റെ പിന്നാലെ പോയി, ഫീമെയിൽ ആ ഒരു PVC ക്കകത്തേക്ക് കയറിപ്പോയി. ആ നിൽക്കുന്നത് മെയിലാണ്. പുള്ളിക്കാരൻ അറ്റാക്കൊന്നും ചെയ്തില്ല കേട്ടോ, അറ്റാക്കൊന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് തൊട്ട് നോക്കിയെന്ന് തോന്നുന്നു ഫീമെയിൽ ആ ഒരു പുള്ളിക്കാരനും ഒരു PVC ക്കകത്തേക്ക് ഇപ്പോൾ കയറിപ്പോയിട്ടുണ്ട്. ഫീമെയിൽ അതിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം കുറച്ച് നേരത്തിനുള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത്. കാരണം ഞാൻ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പേടി. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം മെയിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ മേത്ത് എന്തെങ്കിലും ഡാമേജ് പറ്റും. ചിലപ്പോൾ കൈയും കാലൊക്കെ അവർ കടിച്ചെടുക്കാറുണ്ട്. ഇവർ സ്വവർഗഭോജികളാണ് ഈ ക്രേഫിഷുകളും അതുപോലെ തന്നെ ഞണ്ടുകളൊക്കെ. അതായത് അവരുടെ വർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങളെ തന്നെ അവർ ചെറുതൊക്കെ ആണെങ്കിൽ വീക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് കൊന്നു കഴിച്ചു എന്നും ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫീമെയിലിന് കുറച്ച് സൈസ് കൂടുതലാണ് മെയിലിനേക്കാളും. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധ്യതയില്ല ഈ ഒരു മെയിൽ. കാരണം മെയിലിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് വലിയ ക്ലോസ് ആണ്. അതുകൊണ്ട് കടി കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഡാമേജ് പറ്റും ഫീമെയിലിന്. ഇവർ ബ്രീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിലിനെ എടുത്ത് മാറ്റുന്നതാണ് നല്ലത്. ഫീമെയിലിനെ ഒറ്റയ്ക്ക് ഇതേപോലെ ഒരു ക്രേറ്റിലിട്ട് നല്ല രീതിയിൽ എന്താ പറയുക ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. വെള്ളമൊന്നും വല്ലാതെ മാറ്റാനൊന്നും പാടില്ല, കുറച്ച് മാത്രമേ മാറ്റാൻ പാടുള്ളൂ. കാരണം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ മുട്ടകൾ വിരിയാനുള്ള സാധ്യത കുറവാണ്. ഇതേ മെയിൽ പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, ഈ കാണുന്നതാണ് മെയിൽ. പിന്നെ ഇവരുടെ മുട്ടകൾ വിരിയാനായിട്ട് ഏകദേശം 2 മാസത്തോളം സമയമെടുക്കും. വലിയ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 10,000-2000 മുട്ടകളൊക്കെ ഇടുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ മുട്ടകൾ വിരിയാനായിട്ട് ഏകദേശം റഫ്ലി ഒരു 2 മാസം സമയമൊക്കെ എടുത്തിട്ടാണ് വിരിയുന്നത്. വലിയ സൈസ് ആകുമ്പോൾ അതിനനുസരിച്ച് നിറച്ച് മുട്ടകളും അത് ഇടും. ചെറിയ സൈസ് ആണെങ്കിൽ അതിനനുസരിച്ച് മുട്ടകൾ കുറവായിരിക്കും. ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഫുഡ് വേണമെങ്കിലും കൊടുക്കാം. വെജും നോൺ വെജും അതുപോലെ പെല്ലറ്റ് ഫുഡും എല്ലാം ഇവർ കഴിക്കും. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. വാട്ടർ ക്വാളിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ഓക്കെ ആണോ എന്നുള്ളത്. എയറേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ഡെയിലി ഒന്നും കൊടുക്കുന്നില്ല. ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ ഒരു എയറേറ്റർ കൊണ്ടുവന്ന് വെച്ച് ജസ്റ്റ് ഏതാനും മണിക്കൂറുകൾ എയറേറ്റർ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെയിനായിട്ട് വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വാട്ടർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതായത് നമ്മൾ സാൽവീനിയ ചെടി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ അവർ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ആക്റ്റീവായിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് വന്ന് നടക്കുന്നത് കാണാം. അപ്പോൾ അടിയിലുള്ള വെള്ളാരങ്കല്ലും അതുപോലെ ബാക്കി PVC-കൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ഈ ചെടി നിൽക്കുന്ന ഭാഗത്തിൻ്റെ അടിഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്നത്. പെല്ലറ്റ് ഫുഡും അതുപോലെ നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകൾ ഇട്ട് കൊടുക്കുന്നത്. ചെടി ഇവർ മുകളിൽ വന്ന് തന്നെ എടുത്തോളും. ഈ PVC-യുടെ മുകളിലൊക്കെ കയറി വന്ന് താഴേന്ന് തന്നെ അവർ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ ചെടികൾ അങ്ങനെ എടുത്ത് അവർ കഴിച്ചോളും. പിന്നെ ഇവർ വലുതാവുന്നതനുസരിച്ച് നമ്മൾ വലിയ സ്പേസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചെറിയ സൈസിന് നമുക്ക് ചെറിയ ട്രേകളോ കാര്യങ്ങളോ ഒക്കെ മതി. പിന്നെ വലുതായി വരുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ക്രേറ്റുകളോ ടബുകളോ അല്ലെങ്കിൽ ടാർപോളിനൊക്കെ നല്ല കട്ടിയുള്ള ടാർപോളിൻ യൂസ് ചെയ്തിട്ടുള്ള ടാങ്കുകളൊക്കെ. കാരണം ഇവർക്ക് കടിക്കാനുള്ള ഇതുള്ളതുകൊണ്ട് ചിലപ്പോൾ കടിച്ച ടാർപോളിനൊക്കെ ഓട്ടയാക്കിയെന്ന് വരും. അതുകൊണ്ട് കട്ടിയുള്ള ടാർപോളിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഔട്ട്ഡോറൊക്കെ ടാങ്കുകൾ സെറ്റ് ചെയ്ത് അതിനകത്ത് ഇതുപോലെ ഹൈഡിങ് സ്പോട്ടും ചെടികളൊക്കെ ഇട്ടിട്ട് ഇവരെ വളർത്താം.
അങ്ങനെ നമ്മുടെ കയ്യിലുള്ള 3 റെഡ് ക്ലോ ക്രൈഫിഷുകളെ നമ്മൾ ചെറിയ ട്രേകളിൽ നിന്ന് ഈ വലിയ ക്രേറ്റുകളിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഭാവി വീഡിയോകളായിട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് ഒന്ന് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.